1990 ഫിഫ വേൾഡ് കപ്പിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൊളംബിയ എന്ന് പറഞ്ഞൊരു രാജ്യം 1990 വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അവർ രണ്ടാമത്തെ തവണയാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. സോ അവർ ആ വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജൊക്കെ കടന്നു കിട്ടണമെന്നുള്ള വലിയൊരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ വേൾഡ് കപ്പിലേക്ക് വന്നത്. സോ ആ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ കോച്ച്, അതായത് അവരുടെ മാച്ച് ടാറ്റിക്സും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടതാണ്. അതായത് അവർ ഓൾ ഔട്ട് പ്ലസ് പാർക്കിംഗ് ടൈപ്പ് ഓഫ് ഫുട്ബോളൊക്കെ ആയിരിക്കും കളിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. സോ മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ഫസ്റ്റ് മാച്ച് UAE തോൽപ്പിച്ച് 2-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ തോൽപ്പിച്ച് അങ്ങനെ ഒരു 3 പോയിൻ്റ് വരെ നേടി. പക്ഷേ രണ്ടാമത്തെ മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും യൂഗോസ്ലോവിയക്കെതിരെ, അതായത് ഇപ്പോഴത്തെ ക്രൊയേഷ്യ ഉൾപ്പെടുന്ന രാജ്യമാണ് അന്ന് യൂഗോസ്ലോവിയ. സോ യൂഗോസ്ലോവിയക്കെതിരെ 1-0 എന്ന സ്കോർ ലൈനിൽ തോൽക്കുകയും ചെയ്തു. സോ മൂന്നാമത്തെ മാച്ചിലേക്ക് വരുമ്പോൾ ആ ഒരു ടൂർണമെൻറ്റിൽ തന്നെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള വെസ്റ്റ് ജർമ്മനിക്കെതിരായിരുന്നു ആ ഒരു മാച്ച്. സോ ആ ഒരു മാച്ചിൽ വെസ്റ്റ് ജർമ്മനി ഗോൾ അടിക്കുകയും സോ കളിയുടെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും കളിക്ക് 3 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്ത. സോ ആ ഒരു മൂന്നാമത്തെ മിനിറ്റിൽ കൊളംബിയ ഈക്വലൈസർ ഗോൾ നേടുകയും ചെയ്തു. സോ ആ ഒരു ഗോളോട് കൂടെ തന്നെ അവർക്ക് ആ ഒരു മാച്ചിൽ ജർമ്മനീനെ ഡ്രോയിൽ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ അവർക്ക് 1 പോയിൻ്റ് നേടാൻ സാധിച്ചു. അങ്ങനെ അതിൻ്റെ എല്ലാ ഒരു ഫലമായിട്ട് തന്നെ അവർക്ക് ആ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരെന്ന നിലയിലേക്ക് അവർക്ക് റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ കിട്ടി. പക്ഷേ എന്ത് വെച്ചാലും റൗണ്ട് ഓഫ് 16 അവർക്ക് വലിയ പ്രകടനമൊന്നും കാണിക്കാൻ പറ്റിയില്ല. അവർ 2-0 എന്ന് പറഞ്ഞൊരു സ്കോർ ലൈനിൽ തോക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്ത് പറഞ്ഞാലും കൊളംബിയ പോലത്തെ ഒരു നാഷണൽ ടീമിന് എന്നും ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് തന്നെ ആയിരുന്നു ആ ഒരു 1990 ഫിഫ വേൾഡ് കപ്പിൽ സംഭവിച്ചത്. കാരണം ജർമ്മനിക്കെതിരെ ലാസ്റ്റ് മിനിറ്റ് ഈക്വലൈസർ ഗോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ രാജ്യം എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അതൊക്കെ വലിയൊരു മൊമെൻറ്റ് തന്നെയാണ്.